എന്തൊക്കെ ആയിരുന്നില്ലേ? നമ്മൾ 3 ഗോളടിക്കും, നമ്മൾ സമനിലാക്കും, ബാറ്റി ഷൂട്ടൗട്ടാക്കും, ആനയാണ്, തേങ്ങയാണ്, ചക്ക ഉണ്ടാക്കും, എന്തൊക്കെയായിരുന്നു അല്ലേ? അതിലൊരു ഗോൾ അടിച്ച് 2 ഗോൾ മുടങ്ങി ചെയ്ത്. എന്താ പേതാ? റയൽ മാഡ്രിഡ് പക്കാ പോയ കളിയിൽ, കാരണം റയൽ മാഡ്രിഡ് ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ലൈക്ക് ഡിസ്ട്രോയിഡ് ഗൈസ്. അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരാം. ഓ, പിന്നെ ബാർസലോണ കളി അടിപൊളിയായി, തോറ്റാനായിരുന്നു, പക്ഷെ നടന്നില്ല. എൻ്റെ ആഗ്രഹമായി റയൽ മാഡ്രിഡ് പൊട്ടാടി ബാർസലോണ പൊട്ടണം, റയൽ മാഡ്രിഡ് ജയിക്കണേ ബാർസലോണ ജയിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നടന്നില്ല. ഫെയ്ത്ത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകില്ല എന്നാണ് വാസ്തവം. ഓക്കെ, ബൈ ദ വേ നമുക്ക് പ്രസൻറ്റിൽ വരണം. പ്രസൻറ്റിൽ വരുമ്പോൾ വളരെ വളരെ സങ്കടകരമായ നിമിഷങ്ങളാണ് എല്ലാവരും ചില റയൽ ഫാൻസാൽ ഒളിച്ചു വിടുന്നു. എനിവേസ്, എനിക്കൊരു ചോദ്യം ചോദിക്കണം. ഇത്ര വലിയ അടിപൊളിയായ കോച്ചാണോ ആഞ്ചലോട്ടി ഇത്രയും നല്ല പെർഫോമൻസ് കാണിച്ചു വെക്കുന്നത്? ഞാൻ റയലിരുന്ന് കേട്ടിട്ടില്ല. ഞാനിതുവരെ തമാശയോട് പറഞ്ഞ് കാര്യമായിട്ട് എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട. ബാർസ ഫാൻസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിയൽ മാഡ്രിഡ് ഫാൻസ് ആണ് ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷേ സോറി ഗൈസ്, നമുക്ക് എപ്പോഴും ലൂസ് ആകേണ്ടി വരും. ഓൾവേസ് ഫെയ്ത്തിനെ നമ്മൾ ആശ്രയിച്ച് നിൽക്കരുത്. ഓക്കെ, ഇമോഷണൽ ഡാമേജ്. നമ്മളെ വേൾഡിൽ തന്നെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ച് ഒരു അടിപൊളി സൈനിങ് വന്നിട്ടുണ്ട്. ആവേശങ്ങളെ വിട്ടുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, ഇറ്റ് ഈസ് വിൽ വർക്ക്സ്. ഓക്കെ.